എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. ഈ മുസ്ലിം കുട്ടികളെയും മറ്റ് അതായത് SC/ST എന്തൊക്കെയാ ദാസപ്പ ഈ പറയുന്നത്? ഇത്രയും ഇതിലുള്ള കാറ്റഗറിയിലുള്ള കുട്ടികളുടെ അടുത്താണ് റാം എന്ന് പറയുന്ന അധ്യാപകൻ ദേഷ്യം. എന്തേ അവരൊക്കെ നിങ്ങളെ പിടിച്ച് കടിച്ച? മുസ്ലിം കുട്ടികൾ നോമ്പൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുക. അത് പഠിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് പോലും പഠിപ്പിക്കൂല. എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് അവർ തളർത്തിണ. എന്റെ ഈ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ഈ ഡോക്ടർ റാമിന്റെ പീഡനത്തെ കുറിച്ച് എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നീ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ വണ്ടി കയറ്റി കൊല്ലുമെന്ന്. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ? ഞങ്ങൾക്കൊരു പേടിയായിരുന്നു. കാര്യം നീ എന്തേലും ചെയ്യോ? ഞാനൊരു സത്യം പറഞ്ഞ വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. പുറത്ത് പോകുന്നെങ്കിലും ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും മാത്രമേ പോവാവൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, ചെയ്തു. ആളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ട് പച്ചയ്ക്ക് തന്നെ അവിടെ ഇരുത്തിയിട്ട് കറുത്ത വർഗ്ഗക്കാരൻ. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? എടാ നിന്നെ കാണും തെരുവ് പട്ടി. എടാ തെരുവ് പട്ടിക്ക് ഇതിനേക്കാൾ ഇതുണ്ടടാ. ഇതുപോലെ ഫാറ്റ് അഗ്ലി എന്ന് വേർതിരിച്ച് കാണിച്ച് ഒരു 6 വയസ്സുകാരന്റെ മനസ്സിൽ അവനെ പറഞ്ഞു പഠിപ്പിക്കുന്ന നിറത്തിന്റെ രാഷ്ട്രീയം. എനിക്ക് പുഴുത്ത പട്ടിക്ക് പോലുള്ളൊരു വില എനിക്ക് തരാൻ പറ്റൂല. The politics of discrimination, the politics of hate. എന്തിന് കോടതിയെ കൊണ്ടുപോലും അവരെ കണ്ടാൽ അറിയില്ലേ എന്ന് പറയിപ്പിച്ച പച്ചയായ ജാതിയുടെ രാഷ്ട്രീയം. പുഴുത്ത പട്ടി അവൻ പരമാവധി അവൻ കൺട്രോൾ ചെയ്ത ക്ലാസ്. ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുരിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഇരിക്കാത്ത പിള്ളേരെ അടിക്കും, ചിരിപ്പിക്കും. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. കാര്യം ആ പിള്ളേർക്ക് പേടി, ചിരിച്ചില്ലെങ്കിൽ ഇന്റേണൽ മാർക്ക് കുറയ്ക്കുമെന്നുള്ളത് പേടിയാണ്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഇതെല്ലാം സഹിച്ചു നിന്നതിന് ശേഷം അമ്മയെ പറഞ്ഞപ്പോഴാണ് അവൻ ഷൗട്ട് ചെയ്തത്. നിന്നൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് പിടിക്കാതെ മോന്തക്കിട്ട് ഒരയ്ക്കാ വേണ്ടത്.